വിദേശ വിശേഷത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുദ്ധത്തിലും ആയുധ നിർമ്മാണത്തിലും മാത്രമല്ല, മറിച്ച് സാങ്കേതിക വിദ്യയിലും ഇറാൻ ഇപ്പോൾ മുന്നേറുകയാണ്. ആശയവിനിമയ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപത്തിലൂടെ മാത്രമല്ല, മറിച്ച് ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതികളും ഇറാനിൽ വലിയ തോതിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ. പാശ്ചാത്യ ശക്തികളെല്ലാം ഇറാനുമേൽ നിയമവിരുദ്ധമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ബഹിരാകാശ പദ്ധതിയിലെ പുരോഗതി അസാധാരണമാണെന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. ഇറാനിയൻ ശാസ്ത്രജ്ഞന്മാർക്ക് ഇതൊരു ആത്മവിശ്വാസത്തിന്റെ കുതിച്ചുചാട്ടം ആണെന്ന് പറയാം. സാങ്കേതിക രംഗത്തുള്ള രാജ്യത്തിന്റെ മികവ് പണ്ട് മുതലേ തന്നെ രാജ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2000-ന്റെ അവസാന കാലഘട്ടത്തിൽ സ്വതന്ത്രമായി ബഹിരാകാശത്തേക്ക് വസ്തുക്കൾ വിക്ഷേപിക്കാൻ കഴിവുള്ള 9 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇറാനും ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ ഇറാൻ ഒരു ചരിത്രം കുറിച്ചിട്ടുണ്ട്. പിന്നീട് 2009 ഫെബ്രുവരി 2-ന് ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാൻ അവരുടെ ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ഉപഗ്രഹമായ ഒമിത് വിക്ഷേപിച്ചുകൊണ്ട് ആഗോള ബഹിരാകാശ രംഗത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഗവേഷണത്തിനും ടെലികമ്മ്യൂണിക്കേഷനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ക്യൂബ് ഉപഗ്രഹം 3 മാസം ഭൂമിയെ ഭ്രമണപഥത്തിൽ ചുറ്റി നടക്കുകയും ചെയ്തിരുന്നു. ഉപഗ്രഹ സാങ്കേതികവിദ്യയിൽ ഇറാന്റെ വളർന്നു വരുന്ന കഴിവുകളാണ് ഇവയൊക്കെ യഥാർത്ഥത്തിൽ പ്രകടമാക്കുന്നതെന്നതിൽ സംശയമില്ല. മറ്റൊരു സുപ്രധാനമായ കാര്യം, ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ഇറാനെതിരെ ഉപരോധം സ്വീകരിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തുകയുണ്ടായി. നിലവിലെ ഈ നിയമം കടുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്നുള്ള പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. വൈറ്റ് ഹൗസിലെ തന്റെ ആദ്യ ടേമിലേത് സമാനമായ ഉപരോധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെക്കുന്നതിനിടെയാണ് ട്രംപ് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. ആണവ മേഖലയിൽ ഉൾപ്പെടെ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയിലെ എല്ലാ വകുപ്പുകളോടും നിർദ്ദേശിക്കുന്ന മെമ്മോറാണ്ടത്തിലായിരുന്നു ട്രംപ് ഇപ്പോൾ ഒപ്പുവെക്കുകയും ചെയ്തത്. വൈറ്റ് ഹൗസ് ആണ് ഇക്കാര്യം അറിയിച്ചതും. മാത്രമല്ല, ഇറാന്റെ അതിക്രമങ്ങളെ തടയുന്നതിന് ട്രംപ് ഭരണകൂടത്തിന് ഈ ഉപരോധം കൂടുതൽ കരുത്തേകുമെന്നാണ് വൈറ്റ് ഹൗസിന് പ്രധാനമായി നിലനിൽക്കുന്ന ഒരു പ്രതീക്ഷ എന്നത്. പക്ഷെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചിരുന്നു. എന്നാൽ തീരെ മനസ്സോടെയല്ല ഞാൻ ഈ നിർദ്ദേശത്തിൽ ഒപ്പുവെക്കുന്നതെന്നും എല്ലാവരുടെയും ആഗ്രഹം ഇതാണെന്നും മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ചതിന് ശേഷം ട്രംപ് പറയുകയുണ്ടായി. എന്നാൽ കടുത്ത പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരില്ലെന്നാണ് താൻ കൂടുതലും പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ കരുത്തരായി തുടരുന്നതിനായാണ് അതൃപ്തിയോടെയെങ്കിലും ഞാൻ ഈ തീരുമാനം എടുക്കുന്നതെന്നും ട്രംപ് പറയുകയുണ്ടായി. എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ഇറാനുമായി ഒരു സന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയും ഞാൻ പരിശോധിക്കുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഈ നിർദ്ദേശങ്ങൾക്കൊപ്പം തന്നെ ഒരു ഭീഷണിയും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തന്നെ വകവരുത്താനാണ് ഇറാന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ആ രാജ്യം ബാക്കിയുണ്ടാവില്ലെന്നാണ് ട്രംപ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന പ്രധാന ഭീഷണി. തന്നെ വധിക്കുകയാണെങ്കിൽ ഇറാൻ എന്ന രാജ്യം തുടച്ചു നീക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ടെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്, അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ നാട് കടത്തിയ ഇന്ത്യക്കാരുടെ കൈകാലുകൾ വിമാനയാത്രയിൽ ഉടനീളം ബന്ധിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി പഞ്ചാബ് സ്വദേശി രംഗത്തെത്തിയിരുന്നു. 104 പേരുമായി എത്തിയ സൈനിക വിമാനം അമൃത്സർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷമായിരുന്നു ഇവരുടെ എല്ലാം വിലം കഴിച്ചത്. 36-കാരനായ ജസ്പാലിനെ ജനുവരി 24-നായിരുന്നു അമേരിക്ക ബോർഡർ പട്രോൾ പിടികൂടിയിരുന്നത്. ബുധനാഴ്ച രാത്രിയോടെ സ്വന്തം നാട്ടിലെത്തിയ അദ്ദേഹം തന്നെ ഒരു ട്രാവൽ ഏജന്റ് പറ്റിച്ചെന്ന് തുറന്നു പറയുകയും ചെയ്തു. നിയമപരമായ രീതിയിൽ അമേരിക്കയിൽ എത്തിക്കാമെന്നായിരുന്നു ഇയാൾ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. വിസ ചട്ടങ്ങൾ പാലിച്ച് അമേരിക്കയിലേക്ക് എത്തിക്കാനായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഇതിനായി ഏജന്റിന് 30 ലക്ഷം രൂപ ഇയാൾ നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ വിമാനമാർഗം ബ്രസീലിൽ എത്തുകയും ചെയ്യുകയുണ്ടായി. അവിടെ നിന്ന് മറ്റൊരു വിമാനത്തിൽ അമേരിക്കയിൽ എത്തിക്കാമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. ഗാസയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യം, ഗാസ പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അമേരിക്കൻ ചേരിയിൽ തന്നെ വലിയ രീതിയിലുള്ള വിള്ളലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളുടെ പ്രവർത്തനവും ഇനി പ്രതിസന്ധിയിലാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയും മറ്റ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും ട്രംപിന്റെ പുതിയ നീക്കത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഗാസ അമേരിക്ക ഏറ്റെടുക്കാമെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയതെന്നാണ് കൂടുതലും വീക്ഷിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ശക്തമായ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകാനാണ് ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള സുപ്രധാനമായ തീരുമാനം. ഗാസയ്ക്ക് സ്ഥിരമായ ഒരു ഭാവിയില്ലെന്നും യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപ് ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ പാലസ്തീൻകാരെ സ്വീകരിക്കണമെന്ന ആവശ്യവും പറഞ്ഞിരുന്നു. ഈ നിർദ്ദേശവും ഈജിപ്തും ജോർദാൻ നിരസിക്കുകയായിരുന്നു ചെയ്തത്. ഗാസയിലെ 1/2 ലക്ഷത്തോളം പാലസ്തീനികളെ വധിക്കുകയും ലക്ഷക്കണക്കിന് പേർക്ക് ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ ക്രൂരത മുഴുവനായി തകർന്ന ഗാസയെ ഇപ്പോൾ അമേരിക്ക മുൻനിർത്തി തട്ടിയെടുക്കാനാണ് ഇസ്രായേൽ കൂടുതൽ ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത് തീർത്തും അപകടകരമായ ഒരു നീക്കമെന്നാണ് പൊതുവെ വീക്ഷിക്കുന്നത്.